ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും ചർച്ചാ വിഷയമായ വ്യക്തി വൈരാഗ്യങ്ങളിൽ ഒന്നായ VD സവർക്കറെ അപമാനിച്ചെന്ന് ആരോപിച്ച കോൺഗ്രസ് MP രാഹുൽ ഗാന്ധിക്കെതിരെ സമർപ്പിച്ച മാനനഷ്ട കേസിൽ നാടകീയവും നിർണായകവുമായ വഴിത്തിരിവ്. കേസിന് ആധാരമായ പ്രസംഗത്തിന്റെ തെളിവായി കോടതിയിൽ സമർപ്പിച്ച സീൽ ചെയ്ത കവർ തുറന്ന് പരിശോധിച്ചപ്പോൾ CD ശൂന്യമാണെന്നത് കണ്ടെത്തിയത് കേസിന്റെ ഭാവിയിൽ വലിയ സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട്. പൂനെ MP സ്പെഷ്യൽ കോർട്ടിലാണ് അപ്രതീക്ഷിത സംഭവങ്ങൾ അരങ്ങേറിയത്. ലണ്ടനിൽ രാഹുൽ ഗാന്ധി നടത്തിയ ഒരു പ്രസംഗത്തിലെ പരാമർശങ്ങൾ VD സവർക്കറെ അപകീർത്തിപ്പെടുത്തുന്നതാണെന്ന് ആരോപിച്ചാണ് സവർക്കറുടെ കൊച്ചുമകനായ സത്യകീത് സവർക്കർ കോടതിയെ സമീപിച്ചത്. രാഷ്ട്രീയ എതിരാളികൾ രാഹുൽ ഗാന്ധിക്കെതിരെ നിരന്തരം ആയുധമാക്കുന്ന വിഷയമായിരുന്നു ഈ പ്രസംഗം. കേസിന്റെ വിചാരണ നടപടികളുടെ ഭാഗമായി തെളിവിനായി സത്യകയുടെ അഭിഭാഷകൻ സീൽ ചെയ്ത കവറിൽ ഒരു CD ഹാജരാക്കിയിരുന്നു. ഈ CD കോടതി തുറന്ന് പ്ലേ ചെയ്യാൻ ശ്രമിച്ചപ്പോഴാണ് യാതൊരു വിവരവുമില്ലാത്ത ശൂന്യമായ CD മാത്രമാണ് കവറിനുള്ളിൽ ഉണ്ടായിരുന്നതെന്ന് കോടതിക്ക് ബോധ്യമായത്. ഇതോടെ തെളിവുകളുടെ വിശ്വസ്തത സംബന്ധിച്ച കോടതിയിൽ വലിയ സംശയങ്ങൾ ഉയർന്നു. എന്നാൽ ഈ കണ്ടെത്തലിൽ സത്യകയുടെ അഭിഭാഷകനായ സാങ്റാം ആശങ്ക പ്രകടിപ്പിച്ചു. നേരത്തെ തെളിവുകൾ അടങ്ങിയ CD തന്നെയാണ് ഹാജരാക്കിയതെന്നും കോടതി മുമ്പ് ഇത് കണ്ടതാണെന്നുമാണ് അദ്ദേഹം വാദിച്ചത്. CD-യിൽ വിവരങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അത് എങ്ങനെ അപ്രത്യക്ഷമായി എന്ന ചോദ്യം അദ്ദേഹം ഉന്നയിച്ചു. ഈ വാദത്തിന് കോടതിക്ക് മുമ്പാകെ വ്യക്തമായ ഉത്തരം നൽകാൻ കഴിഞ്ഞില്ല. ഇതോടെ കേസിന്റെ വാദങ്ങൾ മാറി മറിയുന്ന അവസ്ഥയായി. CD ശൂന്യമായ സാഹചര്യത്തിൽ തെളിവില്ലാതെ കേസ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന ചോദ്യം പ്രസക്തമായി. രാഹുൽ ഗാന്ധിയുടെ അഭിഭാഷകനായ മിലിന്ദ് ദത്താത്രേയ പവാർ ഈ അവസരം ഉപയോഗിച്ച് തെളിവുകളുടെ അസാന്നിധ്യം ചൂണ്ടിക്കാട്ടി. ശൂന്യമായ CD ഹാജരാക്കിയ സാഹചര്യത്തിൽ അഭിഭാഷകൻ സാങ്റാം മറ്റൊരു വാദം ഉന്നയിച്ചു. രാഹുൽ ഗാന്ധിയുടെ വിവാദ പ്രസംഗം യൂട്യൂബിൽ ഇപ്പോഴും ലഭ്യമാണ്. കോടതിക്ക് അത് കേട്ട് നോക്കാവുന്നതുമാണ്. എന്നാൽ ഈ വാദത്തെ രാഹുലിന്റെ അഭിഭാഷകൻ ശക്തമായി എതിർത്തു. കോടതിയിൽ ഹാജരാക്കാത്തതും ഔദ്യോഗികമായി രേഖപ്പെടുത്താത്തതുമായ അത്തരം ഓൺലൈൻ ഉള്ളടക്കങ്ങൾ തെളിവായി സ്വീകരിക്കാൻ സാധിക്കില്ലെന്ന് അദ്ദേഹം വാദിച്ചു. ഈ തർക്കം പരിഗണിച്ച മജിസ്ട്രേറ്റ് രാഹുലിന്റെ അഭിഭാഷകന്റെ വാദത്തെ ശരിവെച്ചു. ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ സുപ്രധാനമായ 65B വകുപ്പ് അനുസരിച്ച് വീഡിയോ URL പോലുള്ള ഡിജിറ്റൽ ഉള്ളടക്കങ്ങൾ കേസിൽ തെളിവായി സ്വീകരിക്കാൻ സാധിക്കില്ലെന്ന് കോടതി വ്യക്തമാക്കി. ഡിജിറ്റൽ തെളിവുകൾ സ്വീകരിക്കുന്നതിനുള്ള കർശനമായ നടപടിക്രമങ്ങൾ പാലിക്കാത്തതിനാൽ യൂട്യൂബ് ലിങ്ക് പരിഗണിക്കാനാവില്ലെന്ന് കോടതി നിലപാടെടുത്തു. ഇതോടെ പ്രതിരോധത്തിലായ സത്യകയുടെ അഭിഭാഷകൻ സാങ്റാം തങ്ങളുടെ പക്കലുള്ള പ്രസംഗത്തിന്റെ ദൃശ്യങ്ങൾ 2 CD-കളിലായി വീണ്ടും റൈറ്റ് ചെയ്ത് കോടതിയിലെത്തിച്ചു. എന്നാൽ നേരത്തെ സീൽ ചെയ്ത കവറിൽ ഹാജരാക്കിയ CD ശൂന്യമായ സാഹചര്യത്തിൽ പുതുതായി കൊണ്ടുവന്ന CD-കൾ സ്വീകരിക്കാൻ കോടതി വിസമ്മതിച്ചു. ഇത് തെളിവ് നിയമത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾക്ക് വിരുദ്ധമാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. മുൻപ് തെളിവുകൾ ഉണ്ടായിരുന്ന CD എങ്ങനെ അപ്രത്യക്ഷമായെന്ന് കോടതി കണ്ടെത്തണമെന്നും ഇത് സംബന്ധിച്ച് ഉചിതമായ അന്വേഷണം പ്രഖ്യാപിക്കണമെന്നുമാണ് സത്യകയുടെ അഭിഭാഷകന്റെ അവസാന വാദം. തങ്ങളുടെ പക്കലുണ്ടായിരുന്ന സുപ്രധാനമായ തെളിവ് നഷ്ടപ്പെട്ടതിൽ തങ്ങൾക്ക് പങ്കില്ലെന്നും ഇത് മനഃപൂർവ്വം സംഭവിച്ചതല്ലെന്നും അദ്ദേഹം കോടതി അറിയിച്ചു. ഈ സംഭവ വികാസം കേസിൽ രാഹുൽ ഗാന്ധിക്ക് വലിയ ആശ്വാസമാണ് നൽകിയിരിക്കുന്നത്. മതിയായതും നിയമപരമായി സാധ്യതയുള്ളതുമായ തെളിവുകൾ ഹാജരാക്കാൻ സാധിക്കാതെ വന്നാൽ കേസ് തള്ളിക്കളയാൻ സാധ്യതയുണ്ട്. സവർക്കറെ അപമാനിച്ചെന്ന കേസിൽ രാഹുൽ ഗാന്ധിക്കെതിരെ നിലനിന്നിരുന്ന നിയമപരമായ വെല്ലുവിളിക്ക് താൽക്കാലികമായെങ്കിലും ഒരു അയവ് വന്നിരിക്കുകയാണ്. രാഷ്ട്രീയപരമായ പ്രസ്താവനകളുടെ പേരിൽ നേതാക്കൾക്കെതിരെ കേസുകൾ ഉയരുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പതിവാണെങ്കിലും തെളിവുകൾ സംബന്ധിച്ച് കോടതിയിൽ ഇത്തരം അപ്രതീക്ഷിത സംഭവങ്ങൾ ഉണ്ടാകുന്നത് അപൂർവമാണ്. CD അപ്രത്യക്ഷമായ സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിക്കണമെന്ന ആവശ്യം കോടതി അംഗീകരിക്കുമോ എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇനി കേസിന്റെ തുടർ നടപടികൾ. സവർക്കർ കുടുംബാംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് കനത്ത തിരിച്ചടിയാണ്. ശക്തമായ തെളിവുകളോടുകൂടി നിയമപോരാട്ടം നടത്താനുള്ള അവരുടെ ശ്രമങ്ങൾക്കാണ് ഇപ്പോൾ തടസ്സം നേരിട്ടിരിക്കുന്നത്. ഈ കേസിൽ കോടതിയുടെ അടുത്ത നിർദ്ദേശങ്ങൾ നിർണായകമാകും.